സെക്കൻഡ് ഹാഫിലാണ് കാണാൻ കിട്ടിയത്. വളരെ മനോഹരമായിട്ട് അതിന് നേതൃത്വം കൊടുത്ത കളിയിലെ അംഗങ്ങളുണ്ട്. ഞങ്ങളുടെ ശ്രീ വി ടി ബൽറാം, ടി സിദ്ദീഖ്, ഒ ജെ ജനീഷ്, അബു ജോൺ ജോസഫ്, ടി കെ ഗോവിന്ദൻ, മുഹമ്മദ് ഷിയാസ്, കെ വി സുമേഷ്, എം വിജിൽ, മനോജ് മൂത്തേടൻ, ടി പി അഷ്റഫ് അലി, അബിൻ ബർക്കി, ഷിബു തെക്കുംപുറം, ടി ഒ മോഹനൻ, സേവ്യർ ചിറ്റലപ്പള്ളി, കെ എം അഭിജിത്ത്, ശ്രീ വി ടി സൂരജ്, ഇവരെ എല്ലാവരെയും അനുമോദിക്കുകയും ചെയ്യുന്നു. സർ, റൂൾ 50 സഭാ നടപടികൾ നിർത്തിവെക്കുന്നതിനുള്ള ഉപക്ഷേപം. മുൻ സർക്കാർ നടപ്പിലാക്കാതെ മരവിപ്പിച്ച PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിനായി മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനുള്ള സർക്കാർ തീരുമാനം പൊതുസമൂഹത്തിൽ ഉളവാക്കിയിട്ടുള്ളതായി പറയപ്പെടുന്ന ആശങ്ക സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട അംഗങ്ങളായ സർവശ്രീ പി പ്രസാദ്, KK രാമചന്ദ്രൻ, PK പ്രവീൺ എന്നീ അംഗങ്ങൾ ചട്ടം 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി. സർ, PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ P പ്രസാദ് അവതരിപ്പിച്ച പ്രമേയം സർ വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. ഈ പദ്ധതി കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതാണ്. സർക്കാർ MOU ഒപ്പിട്ടതിനെ തുടർന്ന് ഒപ്പിടാത്തതിൻ്റെ പേരിൽ തടഞ്ഞു വെച്ചിരുന്ന SSK ഫണ്ട് 92.41 പിന്നീട് ഒരു 6.86 അങ്ങനെ 99.27 കോടി രൂപ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കൈപ്പറ്റിയിട്ടുള്ളത്. സാർ, എല്ലാം ചെയ്തത് കഴിഞ്ഞ സർക്കാരാണ്. പുതിയ സർക്കാർ വല്ല കരാറും ഒപ്പുവെക്കുകയോ തുടർ നടപടികൾ വല്ലതും സ്വീകരിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. സാർ, ഇതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് പോയാൽ 2022 തുടക്കം കുറിച്ചതാണ് ഈ പദ്ധതി. 2023 ഫെബ്രുവരി 24 കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ IAS കേരളത്തിനൊരു കത്തയക്കുക. സാർ, ആ കത്തിൽ MOU ഒപ്പിടാനും അതുപോലെ തന്നെ സ്കൂളുകൾ തിരഞ്ഞെടുത്ത് തരണമെന്നുമാണ് കേന്ദ്രം ആവശ്യപ്പെട്ടത്. അതിന് നമ്മുടെ അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറി, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സെക്രട്ടറി റാണി ജോർജ് IAS പ്രിൻസിപ്പൽ സെക്രട്ടറി 30/3/24 ഒരു അഷ്വറൻസ് ലെറ്റർ കേന്ദ്രത്തിന് കൊടുക്കുകയാണ്. സർ, ആ കത്തിൽ പറയുന്നത് 30/3/24 ആ കത്തിൽ പറയുന്നത് The state is looking forward to establish PM Shri schools in Kerala. In this regard, a state-level committee headed by Principal Secretary General Education has been constituted. Based on the recommendation of the committee, the MOU for establishing PM Shri School will be signed by the state before the academic year 24-25. എന്ന് പറഞ്ഞാൽ 24-25 സാമ്പത്തിക അധ്യയന വർഷത്തിന് മുമ്പ് ഞങ്ങളിത് ഒപ്പിട്ടോളാം, ഇതിവിടെ നടപ്പാക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്ന് പറഞ്ഞ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി കേന്ദ്രത്തിന് അയച്ച കത്താണ് സർ ഞാനിവിടെ വായിച്ചത്. പിന്നെ ഈ പറയപ്പെടുന്ന കമ്മിറ്റി കൂടിയിട്ട് അവർ 17/7/24 PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ ഹെഡിങ് അങ്ങനെയാണ്, PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട്. അത് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. ലാസ്റ്റ് കൺക്ലൂഷൻ: മേൽ കൊടുത്തിരിക്കുന്ന ചർച്ചയുടെയും ശുപാർശകളുടെയും വെളിച്ചത്തിൽ കേരളത്തിന് കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫണ്ട് നഷ്ടപ്പെടാതിരിക്കുവാനും സർക്കാർ സ്കൂളുകൾക്കും സ്കൂളിലെ കുട്ടികൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങളും തടസ്സപ്പെടാതിരിക്കുന്നതിനുമായി PM ശ്രീ പദ്ധതി നടപ്പിലാക്കാവുന്നതാണെന്നും ഇതിനാവശ്യമായ ധാരണാപത്രം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവുമായി
ഒപ്പുവെക്കാവുന്നതാണെന്നും ഈ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു. ഇതാണ് 17/7/24 കഴിഞ്ഞ ഗവൺമെന്റിന്റെ കീഴിൽ നടന്ന കമ്മിറ്റിയുടെ തീരുമാനം. സർ, അത് കഴിഞ്ഞ് ഞാൻ ചുരുക്കി പറയാം, ഇതൊക്കെ എല്ലാവരും കേരളത്തിലെ എല്ലാ ജനങ്ങളും കണ്ടതാണ്. പിന്നെ 2025 ഒക്ടോബർ 16 MOU ഒപ്പിട്ടു. MOU ഒപ്പിട്ട് ഈ സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കിയവരാണ് സാർ അപ്പുറത്തിരിക്കുന്നത്. ഇവിടെ ഈ PMശ്രീയിൽ ഒപ്പിടാതെ മാറി നിന്നിരുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു കേരളം. പക്ഷേ എല്ലാവരെയും മുൾമുനയിൽ നിർത്തി ഇരുട്ടിൻ്റെ മറവിൽ അന്ന് ഒപ്പിട്ട കഥകളൊക്കെ അന്നത്തെ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയാണ്. ഒരാളും പുറത്തറിയാതെ വളരെ രഹസ്യമായി ക്യാബിനറ്റിനെ പോലും അറിയിക്കാതെ, CPIക്കാർക്ക് അഭിപ്രായമുണ്ടോ, CPIക്കാർ പോലും അറിയാതെ അന്ന് ബിനോയ് വിശ്വം എന്താ പറഞ്ഞത്? ബിനോയ് വിശ്വം അന്ന് ചോദിച്ചത് ഇതെന്ത് സർക്കാരാണെന്നാണ് ബിനോയ് വിശ്വം ചോദിച്ചത്. കാരണം ഒരു ഉത്തരവാദിത്വമില്ല, CPIക്കാർ അറിഞ്ഞിട്ടില്ല. സർ, ആ ധാരണാപത്രത്തിൽ എന്താ പറയുന്നത്? ഒക്ടോബർ 16 ഒക്ടോബർ 2025 നിങ്ങൾ ഒപ്പിട്ട ധാരണാപത്രം. ആ ധാരണാപത്രത്തിൽ വെറുതെ ബഹളം വെക്കല്ലേ, ആ ധാരണാപത്രത്തിൽ പറയുന്നത് DOSL SEL ആൻഡ് L എന്ന് പറഞ്ഞാൽ ഡയറക്ടറേറ്റ് ഓഫ് എഡ്യൂക്കേഷനാണ്. MOE മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. GOI ഗവൺമെന്റ് ഓഫ് ഇന്ത്യ reserves the right to rescind, cancel, terminate the agreement in the interest of public by giving a notice of 30 days. എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് പിന്മാറാനുള്ള ഏക അധികാരവും അവകാശവും കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണുള്ളത്. കേന്ദ്ര ഗവൺമെന്റിന് നിങ്ങൾ ഒപ്പിട്ട് കൊടുത്താണ്. നിങ്ങൾ ഈ എന്താ പറയാ കഴുത്തും കത്തിയും കൂടി അവിടെ കൊടുത്തു. നിങ്ങൾ പറയട്ടെ, കഴുത്തും കത്തിയും കൂടി അവിടെ കൊടുത്തു കേന്ദ്രത്തിന്. നിങ്ങൾ ഒപ്പിട്ട് കൊടുത്താണ്. അതിന്റെ മലയാളം ഒന്നും കൂടി ഞാൻ വിശദീകരിക്കാം. പൊതു താല്പര്യം മുൻനിർത്തി 30 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകി, സർ ബേളം വെക്കല്ലെന്ന് പറയും, മുൻകൂർ നോട്ടീസ് നൽകി ഈ കരാർ റദ്ദാക്കാനോ അവസാനിപ്പിക്കാനോ കേന്ദ്ര സർക്കാരിനു മാത്രം അവകാശം നിക്ഷിപ്തമായിരിക്കുന്നു. റിസർവ്സ്. ഇതാണ് സാർ ഇടതുപക്ഷം ഒപ്പിട്ട കരാറിലെ വ്യവസ്ഥ. ഇതാണ് ഇടതുപക്ഷം ഒപ്പിട്ട കരാറിലെ വ്യവസ്ഥ സർ. എന്നിട്ട് ഇതാണ് ഇടതുപക്ഷം ഒപ്പിട്ട കരാറ്. സത്യത്തിൽ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ ബലികഴിച്ച് പിണറായി സർക്കാർ ഒപ്പുവെച്ച ഒരു കരാറിനെ കുറിച്ച് ഇപ്പോൾ വ്യാജ പ്രചാരണം നടത്തുന്നവർ ഓർക്കേണ്ടത്, ഈ സർക്കാർ ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. ഞങ്ങളൊരു കരാർ എവിടെ ഒപ്പിട്ടിട്ടില്ല. നിങ്ങൾ ചെയ്തതുപോലെ നിഗൂഢമായ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല. നിഗൂഢമായ പ്രവർത്തനം ഞാൻ പറഞ്ഞു, എല്ലാവരെയും ഇരുട്ടിൽ നിർത്തി ക്യാബിനറ്റിൽ പോലും ചർച്ച ചെയ്യാതെ വളരെ ഗോപ്യമായി രഹസ്യമായി ഒപ്പുവെച്ച ഒരു കരാറാണിത് സർ. സഖ്യകക്ഷികളെ അറിയിച്ചില്ല, പരമരഹസ്യമായിട്ട് ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഒത്താശയോടുകൂടി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഈ പണികളൊക്കെ ചെയ്തത് സർ. ആ ജാള്യത മറക്കാനാണ് ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ അടിയന്തര പ്രമേയത്തിൻ്റെ നോട്ടീസിലും പറയണേ, ഞങ്ങൾ ഒപ്പിട്ടു ശരിയാണ്, പക്ഷെ ഞങ്ങൾ റദ്ദാക്കി. ഒപ്പിട്ട കരാർ ഞങ്ങൾ റദ്ദാക്കി എന്നാണ് നിങ്ങളുടെ വാദം. എവിടെ റദ്ദാക്കി? റദ്ദിൻ്റെ കത്ത് ഞാൻ വായിക്കാം സർ. ഇത് പ്രശ്നം പ്രതിസന്ധിയൊക്കെ ആയപ്പോൾ വലിയ വിവാദമായി തെരഞ്ഞെടുപ്പ് വരുന്നു. നിങ്ങൾ കൊടുത്തത് 12/11/25 കത്ത്. അതിൽ നമ്മളുടെ ഇവിടെ നിന്ന് അങ്ങോട്ട് അയച്ച കത്ത്, കൈൻഡ് അറ്റൻഷൻ ഈസ് ഇൻവൈറ്റഡ് ടു ദി റെഫറൻസ് സൈറ്റഡ് ഇൻ ദി വ്യൂ ഓഫ് ദി കൺസേൺ റൈസ്ഡ് റിഗാർഡിംഗ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് റെഫേർഡ് ടു എബവ്. The Council of Ministers of the state decided to constitute a committee from among its members to examine such concern raised and submitted in respect for further consideration. For facilitating the same, the Council of Ministers decided to keep the implementation of the MOU in abeyance. ക്യാൻസലാക്കി അവിടെ പറയുന്നത് നോ. ഇതിന്റെ മലയാളം എന്താ സർ? ഇതിന്റെ മലയാളം എന്താ? കരാർ റദ്ദാക്കണമെന്നോ തുടർ നടപടി വേണ്ടെന്നോ ഇതിൽ പറയുന്നില്ല. ആശങ്കകൾ ചർച്ച ചെയ്യാൻ. നിങ്ങൾ ഈ കേരളത്തിൽ ജനങ്ങളെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇതൊക്കെ എല്ലാവർക്കും തിരിയും. പറയൂ,
അതായത് ചർച്ച പറയുന്നില്ല, ആശങ്കകൾ ചർച്ച ചെയ്യാൻ ഉണ്ടാക്കുന്ന മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് വരുന്നത് വരെ MOU നടപ്പാക്കുന്നത് താൽക്കാലികമായി നീട്ടിവെക്കേണ്ടതാണെന്ന് അറിയിച്ചു. നീട്ടിവെക്കേണ്ടതാണ്, നോട്ട് ക്യാൻസൽഡ്. സർ, ഇത് കേന്ദ്രത്തെ അറിയിച്ചു കൊണ്ടൊരു കത്തെഴുതി ആയതിന് നിയമപരമായി വല്ല സംഗതിയുണ്ടോ? സർ, ഞാൻ നേരത്തെ വായിച്ചു, കരാറിൽ നിന്ന് പിൻവാങ്ങാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കേന്ദ്രത്തിന് വെച്ചു കൊടുത്തുകൊണ്ട് ഈ കരാറിലെ എല്ലാ അധികാരവും യൂണിലേറ്ററലായി ഏകപക്ഷീയമായി കേന്ദ്രത്തിന് നൽകിക്കൊണ്ടാണ് നിങ്ങൾ കേരളത്തിന്റെ അവകാശങ്ങൾ ബലികഴിച്ചാണ് ഈ കരാർ ഒപ്പിട്ടത് എന്നുള്ളതാണ് ഇതിന്റെ ഇന്നത്തെ പ്രതിസന്ധി. സർ, പിന്നെ ഇനിയുണ്ട്, ഇത് ഈ പറഞ്ഞതൊക്കെ റെക്കോർഡിലുള്ള സർ, ഇപ്പൊ തരും. ഈ പറഞ്ഞതൊക്കെ റെക്കോർഡിലുള്ള കാര്യങ്ങളാണെങ്കിൽ സർ, ഇനി സാർ, ദേശാഭിമാനി 25/10/2025, ഞാൻ ചുരുക്കാണ്, ഇത് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഞാൻ കൃത്യമായ റെക്കോർഡുകൾ പറഞ്ഞു. ദേശാഭിമാനി 25/10/2025 ഒന്നാം പേജ് സർ ലീഡിംഗ് ന്യൂസ് ഉണ്ട് സർ. 8/5/26 ഇത് പുതിയ ഇതിനെക്കുറിച്ചുള്ള ലീഡിംഗ് ന്യൂസ് ദേശാഭിമാനിയിൽ ഒന്നാം പേജിൽ. സർ, PM ശ്രീ ഒപ്പിട്ടത് കുട്ടികളുടെ ഭാവിക്ക്. PM ശ്രീ ഒപ്പിട്ടത് കുട്ടികളുടെ ഭാവിക്ക്. ആരാ പറയുന്നത്? സർ, ആരാ പറയുന്നത്? അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി. അതിന്റെ തുടക്കം മാത്രം ഞാൻ വായിക്കാം. ദേശാഭിമാനിയാണ്, മനോരമയല്ല. യെസ്, ഓക്കെ. അപ്പോ സർ, ഇവിടെ ഇപ്പം ഞങ്ങൾ ഇത്രേ പറഞ്ഞോളൂ. സർ, നിങ്ങൾ ഈ വിധം കേരളത്തെ പ്രതിസന്ധിയിലാക്കി, നിങ്ങൾ അതിൻ്റെ പ്രചാരകരായി, അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തവരാണ് കഴിഞ്ഞ ഗവൺമെൻറ്. എന്നാൽ ഞങ്ങളുടെ മുമ്പിലുള്ള സംഗതി എന്താ? ഞങ്ങൾ വരുമ്പോൾ ഗവൺമെൻറ്റുകൾ ഒരു തുടർച്ചയാണ്. ദ സ്റ്റേറ്റ് ഓഫ് കേരള ഗവൺമെൻറ്റുകൾ തുടർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങൊരു ഉപസമിതിയെ വെച്ചിട്ട് ഈ ഉപസമിതി ഒന്നും ചെയ്തില്ല, മാസങ്ങളോളം യോഗം ചേർന്നില്ല. എന്നാൽ ആ ഉപസമിതിക്ക് ചേർന്നിട്ടത് വേണ്ടാന്ന് വെക്കായിരുന്നല്ലോ, അങ്ങനെ കൊടുത്തിട്ടില്ലല്ലോ. നിങ്ങൾ ആ ഉപസമിതി 8 മാസം യോഗം ചേർന്നില്ല. ഗവൺമെന്റിന്റെ കാലാവധി തീരുന്നത് വരെ ഉപസമിതി യോഗം ചേർന്നില്ല. അപ്പൊ ഞങ്ങൾ ഇത്രേ പറയുന്നുള്ളൂ, ഗവൺമെന്റുകൾ തുടർച്ചയാണ്. നിങ്ങൾ തുടങ്ങി വെച്ച ആ സംഗതി, നിങ്ങൾ ഒപ്പിട്ട് പ്രതിസന്ധിയിലാക്കിയ ആ സംഗതിയിൽ ഞങ്ങളൊരു ഉപസമിതിയെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്യാബിനറ്റ് ആ ഉപസമിതിയുടെ തീരുമാനങ്ങൾ വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷത്തിനോ പ്രമേയ അവതാരകനോ അവകാശമില്ല. കാരണം ഊഹങ്ങളുടെ പേരിൽ റൂൾ 50 നിൽക്കില്ല. കാരണം ഊഹമാണ്. ഇവിടെ ഈ ഗവൺമെന്റ് എന്തെങ്കിലും തീരുമാനമെടുത്ത് പ്രഖ്യാപിച്ചോ? അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെയ്തിട്ട് ഞങ്ങളെ ഇതിന്റെ ആളുകളാക്കാൻ ശ്രമിക്കരുത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. തീർത്തും പറയാം കേന്ദ്ര ഗവൺമെന്റിന്റെ ഹിന്ദുത്വ അജണ്ടകളോടുള്ള കോൺഗ്രസിന്റെയും ലീഗിന്റെയും UDFന്റെയും നിലപാടുകൾ സുവ്യക്തമാണ്. വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരണത്തിനും ചരിത്രം വളച്ചൊടിക്കുന്നതിനും വക്രീകരിക്കുന്നതിനുമെതിരെ ഞങ്ങൾ എന്നും പോരാടിയിട്ടുണ്ട്. ഇനിയും ആ നിലപാടിൽ അണുവിട വ്യത്യാസമുണ്ടാകില്ല. അതുകൊണ്ട് ഈ പ്രമേയം ചർച്ച ചെയ്യാൻ സഭ നിർത്തിവെക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ P. പ്രസാദ്. സർ, ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, PMCയുടെ കാര്യത്തിൽ ഈ ഈ മന്ത്രിമാരടക്കമുള്ളവർ ശ്രീ മോൻസിനെ പോലെ എന്നെ അഡ്രസ് ചെയ്താൽ മതി, പ്രശ്നം തീരും. ഞാൻ അങ്ങേ അഭിമുഖീകരിച്ച് തന്നെയാണ് പറയുന്നത്. പറഞ്ഞിട്ടേ ഇരിക്കത്തുള്ളൂ. ആര് ബഹളം വെക്കാൻ ശ്രമിച്ചാലും അങ്ങനെ പറഞ്ഞിട്ടേ മാറുള്ളൂ. ഇവിടെ നേരത്തെ ക്ലാസ് കൊടുത്തപ്പോൾ ഈ പുതിയ അംഗങ്ങൾക്ക് ഈ സഭയിലെ പെരുമാറ്റത്തെക്കുറിച്ച് കുറച്ചുകൂടി ക്ലാസ് കൊടുക്കേണ്ടതെന്ന് തോന്നുന്നു. അതുകൊണ്ട് ചെയ്യുന്ന നല്ലതായിരിക്കും. ഇവിടെ ഇവിടെ PMC പദ്ധതി നടപ്പിലാക്കത്തില്ല എന്ന് പറയാൻ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ നേതാവായ ശ്രീ ഷംസുദ്ദീന് കഴിയാതെ പോകുന്നത് എന്നുള്ളതാണ് അങ്ങേയറ്റം അപമാനകരമായ കാര്യം. ഇവിടെ ഈ അടിയന്തര പ്രമേയത്തിന്റെ അവതരണത്തിന് കാര്യം പറയുമ്പോൾ ഇവിടെ ഇന്ത്യയുടെ മതനിരപേക്ഷതയെയും ജനാധിപത്യത്തെയും ഫെഡറലിസത്തെയും ബഹുസ്വരതയുമെല്ലാം
നിരാകരിക്കുന്ന ഒന്നാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്ന് എല്ലാവരും പറഞ്ഞു. കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസമില്ല, മുസ്ലിം ലീഗ് അത് പറയുന്നുണ്ട്. അങ്ങനെല്ലാം ഉള്ളവരിടത്ത് ഇത് RSS പറയുന്നു ഞങ്ങളുടെ ആശയമാണ്, NEP ഞങ്ങളുടെ ആശയമാണ് എന്ന് പറയുന്നിടത്ത് അതിനെ നടപ്പിലാക്കാൻ എന്തിനാണ് ഇത്ര വ്യഗ്രത കാണിക്കുന്നത്? ആ വ്യഗ്രത അല്ല, ഈ സംസാരിക്കുന്നതിനകത്ത് ബഹുമാന്യനായ സ്പീക്കർ അങ്ങാണ് ഇതിനകത്ത് ഇത് സംരക്ഷണം നൽകേണ്ടത്. ആ സംരക്ഷണം തരാൻ വേണ്ടിയാണ് അങ്ങ് എന്നോട് സഹകരിച്ചാൽ മതി. ഞാൻ അങ്ങോട്ടാണ് സംസാരിക്കുന്നത്. അങ്ങയുടെ ധ്വനിയിൽ ഞാൻ സഹകരിക്കുന്നില്ല എന്നൊരു ധ്വനി ഉണ്ടാവും. ശരിയല്ല, അത് നമ്മൾ തമ്മിലുള്ള തർക്കാക്കണ്ട. തർക്കം അങ്ങേക്ക് ഇത് പ്രസന്റ് ചെയ്യാം. അങ്ങേ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെയാണ് വിളിച്ചത്. അങ്ങേക്ക് ശാന്തമായിട്ടിരിക്കാം. അത് ദയവായിട്ട് അങ്ങ് പ്രസന്റ് ചെയ്യൂ. സർ, നമ്മുടെ രാജ്യത്തെ കോടാനുകോടി വിദ്യാർത്ഥികളെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്ന തിങ്കളാഴ്ച ദിവസം ശ്രീ മാത്യു കുഴൽനാടൻ ഇവിടെ പറഞ്ഞു, ക്യാച്ച് ദം യങ്. വളരെ ഗൗരവതരമായ കാര്യമായിരുന്നു അന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു ഏറ്റവും അവസാനം ഇത് RSSന്റെ ഒരു പെറ്റ് പ്രോജക്റ്റ് ആണ് എന്ന് പറഞ്ഞു. ശ്രീ മാത്യു കുഴൽനാടൻ ഗൗരവതരമായി പറഞ്ഞ ആ ഭാഗത്തെ ഞങ്ങൾ അതേപോലെ അംഗീകരിക്കുന്നു. RSSന്റെ ഒരു പെറ്റ് പ്രോജക്റ്റ് നടപ്പിലാക്കേണ്ടതുണ്ടോ? ആ നടപ്പിലാക്കുന്നതിന് വേണ്ടിയല്ലേ ഈ താല്പര്യം കാണിക്കുന്നത്? ഗവൺമെന്റ് മാറി വന്നപ്പോൾ ഇവരെന്താ പറഞ്ഞത്? ഇത് ഒരു തുടർച്ചയാണ്, ഞങ്ങൾ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും, അറബിക്കടലിലേക്ക് എടുത്തെറിയും എന്ന് പറഞ്ഞവരുൾപ്പെടെ അതിന്റെ വക്താക്കളായി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. സർ, ഇവിടെ പറയുന്നു Sit down. Proceed, please. Prasad. അങ്ങിരിക്കൂ. അവിടെ പ്രസാദ്. സർ, ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഈ കാര്യത്തിൽ ഇതിനകത്ത് ഗൗരവതരമായ ഒരു ഇടപെടൽ തീർക്കാൻ കഴിയാതെ മറ്റു കാര്യമെല്ലാം പറയുകയാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞു 30/3/24 റാണി ജോർജിന്റെ കത്താണ് അദ്ദേഹം ഇവിടെ കൊണ്ട് അവതരിപ്പിക്കുന്നതെല്ലാം. എന്നാണ് സാർ ഈ പറഞ്ഞ തരത്തിൽ നേരത്തെ കത്തെല്ലാം പോകുന്നത്? 2026 മെയ് 8 കേന്ദ്രത്തിൽ വന്ന കത്തിന്റെ കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം നേരെ പോയത് 30/3/24 എന്തൊരു അബദ്ധമാണെന്ന് ആലോചിച്ച് നോക്കുക. എന്താ പറഞ്ഞിരിക്കുക കത്തിനകത്ത്? ഐ വുഡ് റിക്വസ്റ്റ് യു ടു ടേക്ക് നെസസറി സ്റ്റെപ്സ്. എന്താ NCERT ഈ പറഞ്ഞ കേന്ദ്രത്തിന്റെ NEPയുമായി ബന്ധപ്പെട്ടതാണ് സർ. പിന്നെ ഇതിൽ വളരെ കൃത്യമായിട്ട് പിന്നെ ഞങ്ങളിതിൻ്റെ അംബാസിഡർ ആക്കാനൊന്നും ശ്രമിക്കരുത്. ഞങ്ങളുടെ രാഷ്ട്രീയം വളരെ കൃത്യമാണ്. ഈ സംഘപരിവാർ അജണ്ടകൾക്കെതിരെ എന്നും ഞങ്ങൾ നിലപാടെടുക്കും, ഇനിയെടുക്കും, ഇതിനു മുമ്പും എടുത്തിട്ടുണ്ട്. സർ, ഒരു വിവാദം ഉണ്ടായത് ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കണ്ണൂർ സർവകലാശാലയിൽ സവർക്കറുടെ പാഠഭാഗം പഠിപ്പിക്കാൻ ആരാ തീരുമാനിച്ചത്? അതിനെ ആരാ ന്യായീകരിച്ചത്? സർ, അതിനാരാ ന്യായീകരിച്ചത്? അപ്പൊ ഇതൊക്കെ മറച്ചു വെച്ചിട്ട് ഇവിടെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഒരുപാട് വിവാദം ഉണ്ടായല്ലോ. സീറ്റ് ചോദിച്ച് മറ്റേ ഇദ്ദേഹം വന്നു എന്നും BJPയുടെ ഇവിടെ സംസ്ഥാനത്തുണ്ടായിരുന്ന പ്രഭാഹരി വന്നു നമ്മുടെ EP ജയരാജന്റെ വീട്ടിൽ. അത് കൊച്ചുമോന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനാണെന്നാ പറഞ്ഞത്. പ്രഭാരി ജാവേദ്കർ വന്നത് എന്തിനാ? ജാവേദ്കർ എന്തിനാ വന്നത്? ജാവേദ്കർ വന്നത് സീറ്റ് ചോദിക്കാനാണ്. അതിനുശേഷമാണ് തൃശ്ശൂർ സീറ്റ് താലത്തിൽ വെച്ച് കൊടുത്തത്. അങ്ങനെ പലതും ഞങ്ങളെ കൊണ്ട് പറയിക്കരുത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ ഒപ്പിട്ട കരാറിന്റെ ഗുണത്തെക്കുറിച്ച് വീണ്ടും ശിവൻകുട്ടി വാചാലനാകുന്നുണ്ട്. PM ശ്രീ ഫണ്ട് കുട്ടികൾക്ക് അവകാശപ്പെട്ടതാണ്. ദേശാഭിമാനാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഔദാര്യമല്ല, കേന്ദ്രാവിഷ്കൃത പദ്ധതി ആയതിനാൽ തന്നെ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ PM ശ്രീ എന്ന് ചേർക്കണമെന്ന് വ്യവസ്ഥയുണ്ട്. എന്നാൽ പ്രധാനമന്ത്രിയുടെ പേരോ ചിത്രമോ വേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താ അറിയോ? പദ്ധതിയിൽ ഒപ്പിടാതെ ഫണ്ട് നഷ്ടപ്പെടുത്തിയാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയായും ഇത് കൂടുതൽ ബാധിക്കുക. PM ശ്രീയിൽ ഒപ്പിടാത്തതിനാൽ സമഗ്ര ശിക്ഷ കേരളയുടെ 1158.13 കോടിയാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്. അതുകൊണ്ട് അതുവഴി ഉണ്ടാക്കേണ്ട സൗകര്യങ്ങൾ ഈ സംസ്ഥാനത്തെ കുട്ടികൾക്കുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒപ്പിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ സർ, ഞാൻ പറയുന്നത് ഇവിടെ
നിങ്ങളുണ്ടാക്കി വെച്ച പ്രതിസന്ധി അത് വളരെ ക്ലിയറാണ്. ആ പ്രതിസന്ധിയിൽ നിന്ന് സ്റ്റേറ്റ് സെൻട്രൽ റിലേഷൻഷിപ്പുകളുണ്ട്. കേന്ദ്രം ഭരിക്കുന്നത് ഒരു പാർട്ടിയായിരിക്കാം, കേരളം ഭരിക്കുന്നത് ആ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ള മുന്നണിയാണ്. പക്ഷേ സ്റ്റേറ്റ് സെൻട്രൽ റിലേഷൻഷിപ്പുകളുണ്ട് ഒരു കരാറിനെ സംബന്ധിച്ചിടത്തോളം. ആ കരാറിൽ എല്ലാ പഴുതും അടച്ചുകൊണ്ട് നിങ്ങൾ അവരുടെ ഇതിൽ ചെന്ന് നിന്നു കൊടുത്തു. അതായത് കേന്ദ്രത്തിന് മാത്രം പിൻവലിക്കാവുന്ന ഒരു കരാറ്, കേന്ദ്രം മാത്രം വ്യവസ്ഥകൾ തീരുമാനിക്കുന്ന എല്ലാ മേൽക്കൈയും കേന്ദ്രത്തിനുള്ളത്. ഇന്ന് പറഞ്ഞതിൻ്റെ ഒരംശം ആ കരാറുണ്ടാക്കുമ്പോൾ ശ്രീ പ്രസാദിന്റെ പാർട്ടിയോ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഈ പ്രതിസന്ധിയിലാകുമായിരുന്നില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സർ, ഗവൺമെന്റുകൾ തുടർച്ചയാണ് ഇതിൽ ഈ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ടും അതുപോലെ തന്നെ മറ്റ് വിധത്തിലുള്ള സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങളെ മാനിച്ചുകൊണ്ടും സംഘപരിവാർ അജണ്ടകൾക്ക് കീഴ്പ്പെടാതെയുമുള്ള ഒരു തീരുമാനമായിരിക്കും ഞങ്ങളിൽ നിന്നുണ്ടാകുക. ഇവിടെ സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഈ പറയുന്നത് തന്നെ ഞങ്ങളൊരു കരാറിലും ഒപ്പുവെച്ചിട്ടില്ല, ഞങ്ങൾ ഒപ്പുവെച്ചതിൻ്റെ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുമില്ല. പിന്നെ ഇവിടെ പറഞ്ഞത് ഇതാണ്, മെയ് 8 വന്ന കത്ത്, മെയ് 8 ഒരു കത്ത് വന്നു, ശരിയാണ്. മെയ് 8 വീണ്ടും കേന്ദ്രം കത്തയച്ചു. മെയ് 8 നിങ്ങളുടെ കാവൽ സർക്കാരാണ് ഇവിടെ. ഞങ്ങൾ അധികാരത്തിൽ വരുന്നത് മെയ് 18 അപ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോഴുള്ളത് ഈ ഒരു ലെറ്ററാണ്. നിങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങളുടെ തുടർച്ച എന്തുകൊണ്ട് ചെയ്യുന്നില്ല, എപ്പോൾ ആരംഭിക്കും എന്നാണ് ഈ കത്തിൽ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഗവൺമെന്റുകൾ തുടർച്ചയാണ്. ഞങ്ങളൊരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി വെച്ചിട്ടുണ്ട്. അതിലെല്ലാ കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്യും. സംസ്ഥാനത്തിൻ്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് മാത്രം സംഘപരിവാർ അജണ്ടകൾക്ക് കീഴടങ്ങാത്ത നടപടികളെ ഞങ്ങളുടെ ഭാഗത്തുണ്ടാകൂ, അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇത് ചർച്ച ചെയ്യാൻ സഭ നിർത്തിവെക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ചട്ടം 50 പ്രകാരമുള്ള നോട്ടീസ് അവതരണാനുമതി നിഷേധിക്കുന്നു. സാർ നമ്മുടെ നിയമസഭയിൽ ബഹുമാന്യനായ മന്ത്രിയെക്കുറിച്ച് പറയുമ്പോൾ അവർക്കെന്തോ വിഷമം പോലെ അവർക്കെന്തോ ഒരു വിഷമം പോലെ സംസാരിക്കാൻ പ്രതിപക്ഷ നേതാവ് സംസാരിക്കട്ടെ, പ്ലീസ്. സാർ, ഇവിടെ ബഹുമാനായ മന്ത്രി അല്ലാതെയുള്ള പ്രസംഗം ദീർഘമായി കേട്ടവരാണ് ഇവിടെയുള്ള പുതിയ അംഗങ്ങൾ ഒഴികെയുള്ള എല്ലാവരും. എത്ര വീറോടെ അദ്ദേഹം സംസാരിക്കുന്ന നാം കേട്ടിട്ടുണ്ട് സാർ. പക്ഷെ ഇന്ന് അദ്ദേഹം വലിയ മനസാക്ഷിക്കുത്തോടെയാണ് സംസാരിക്കുന്നതായി കണ്ടത്. ഇതിനെല്ലാം മൂകസാക്ഷിയായി നിന്നുകൊണ്ട് മറുപടി പറയേണ്ടി വന്നല്ലോ എന്ന ഒരു വിഷമബോധം അദ്ദേഹത്തിൻ്റെ മറുപടിയിലാകെ കാണാൻ കഴിയുന്നുണ്ട്. സർ, ഇവിടെ PMC വിഷയത്തിൽ ലജ്ജാകരമായ കീഴടങ്ങലാണ് ഇപ്പോഴത്തെ സർക്കാർ നടത്തിയിട്ടുള്ളത്. സർ, ഞാൻ സംസാരിക്കാതിരിക്കുന്ന സമയം അപ്പുറം ബഹളം വരുമ്പോഴായിരിക്കും. അപ്പോൾ അത് എൻ്റെ സമയത്തിൽ കൂട്ടാൻ പാടില്ല. ദയവായിട്ട് പ്രതിപക്ഷ നേതാവ് സംസാരിക്കട്ടെ, അങ്ങ് പ്രൊസീഡ് ചെയ്തോളൂ പ്ലീസ്. ഇവിടെ ഞാൻ പറഞ്ഞത് UDF സർക്കാർ ഈ PMC വിഷയത്തിൽ ലജ്ജാകരമായ കീഴടങ്ങലാണ് നടത്തിയിട്ടുള്ളത് എന്നാണ്. സർ, ഇവിടെ ഓർമ്മയില്ലേ, അധികാരത്തിൽ വന്നാൽ എവിടെയോ ഒഴുക്കിക്കളിയെന്ന് പറഞ്ഞിരുന്നില്ലേ? എവിടെ പോയി നാക്ക്? എന്തേ ഇപ്പം അതിനെക്കുറിച്ച് പറയാത്തത്? എന്തെല്ലാം വീരവാദങ്ങളായിരുന്നു മുഴക്കിയിരുന്നത്? സർ, ഇവിടെ ഒരു മാസത്തിനുള്ളിൽ മുൻ നിലപാടുകളാകെ മാറുകയാണ്. മാത്രമല്ല, ഒരു തരത്തിലുള്ള ആ പദ്ധതിയുടെ വക്താക്കളായി മാറുന്നതാണ് കാണുന്നത്. സർ, ഇവിടെ എന്താണ് ഇത്തരമൊരു നിലപാട് മാറുന്നതിനുണ്ടായ കാരണം? അതിൻ്റെ ജാള്യത വലിയ തോതിൽ
അപ്പുറം ബാധിക്കുന്നുണ്ട്. എന്തോ ഇടക്ക് പറഞ്ഞല്ലോ, നേരെ പറയലാണല്ലോ നമ്മൾ തമ്മിലുള്ളൊരു ശീലം. വെറുതെ ഇരുന്നിടത്ത് നിന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അങ്ങ് പ്രൊസീഡ് ചെയ്തോളൂ പ്ലീസ്. ഞാൻ പ്രൊസീഡ് ചെയ്യാണ് സാർ. ഞാൻ അങ്ങേ അനുസരിച്ചുകൊണ്ട് പ്രൊസീഡ് ചെയ്യുകയാണല്ലോ ഞാൻ. സാർ, ഇവിടെ ബഹുമാനായ മന്ത്രി നല്ലതുപോലെ ശ്രമിച്ചത്, ഞങ്ങളിപ്പോൾ വിഷമത്തിലായത് മുൻ സർക്കാർ ഒരു ധാരണാപത്രം ഒപ്പിട്ടു, അതുകൊണ്ട് വേറെ യാതൊരു വഴിയുമില്ല, അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോക്ക് മാത്രമേ ഞങ്ങളുടെ മുന്നിൽ വഴിയുള്ളൂ. ഇതാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. സർ, ഈ പറയുന്ന ധാരണാപത്രം 2025 ഒക്ടോബർ മാസം മുതൽ 8 മാസം പിന്നിട്ടിരിക്കുന്നു ഒപ്പിട്ടിട്ട്. ഇതേവരെ നമ്മുടെ സംസ്ഥാനത്ത് ഈ പറയുന്ന പദ്ധതി നടപ്പായിട്ടില്ല. അതൊരു വസ്തുതയാണല്ലോ. ഇത് നടപ്പാക്കിയിട്ടില്ല എന്നത് കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയ കാര്യമാണല്ലോ. കേരളത്തിലെ PMC നടപ്പാക്കപ്പെട്ടിരിക്കുന്നു എന്നല്ലല്ലോ പറഞ്ഞത്, നടപ്പാക്കിയിട്ടില്ല എന്ന് തന്നെയാണല്ലോ കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയത്. സർ, ഇവിടെ 2026 മെയ് 8 കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അയച്ച കത്ത് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. സർ, അതിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണല്ലോ ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഒരു അഭ്യർത്ഥനയാണല്ലോ, ആ റിക്വസ്റ്റാണല്ലോ അവർ മുന്നോട്ട് വെക്കുന്നത്. നടപ്പാക്കിയെങ്കിൽ അത്തരമൊരു കത്തയക്കേണ്ട കാര്യമുണ്ടോ? സർ, ഇവിടെ PMC പദ്ധതി ഇവിടെ നടപ്പിലാവണമെങ്കിൽ ഇപ്പോൾ അധികാരത്തിലുള്ള സർക്കാർ ബോധപൂർവമായ അതിനനുകൂലമായ തീരുമാനമെടുക്കണം. എങ്കിൽ മാത്രമേ PMC ഇവിടെ നടപ്പാക്കാൻ പറ്റൂ. ഇതാണ് സാഹചര്യം. അത്തരമൊരു തീരുമാനം നിങ്ങൾ സംസ്ഥാന സർക്കാർ രഹസ്യമായി എടുക്കാനുള്ള കരുക്കൾ നീക്കുന്നു എന്നുള്ളതാണ് ഇതിനകം വ്യക്തമാക്കിയിട്ടുള്ളത്. സർ, 2 കാര്യങ്ങളാണ് തീർത്തും വസ്തുതാവിരുദ്ധമായ രീതിയിൽ പ്രചരിപ്പിക്കാൻ നോക്കുന്നത്. ഒന്ന്, നേരത്തെ പറഞ്ഞ ധാരണാപത്രം അത് മരവിപ്പിക്കാനാണ്, അതിലൂടെ മരവിപ്പിക്കാനാണ്, അല്ലാതെ റദ്ദാക്കലല്ല LDF സർക്കാർ ചെയ്തു തീർന്നു. സർ, LDF സർക്കാർ ഒക്ടോബർ 23 2025 ഒക്ടോബർ 23 ഈ പറയുന്ന ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. പക്ഷേ കാണേണ്ടത്, ഞങ്ങളെടുത്ത നയപരമായ തീരുമാനത്തിൻ്റെ ഭാഗമായി തന്നെ 2025 നവംബർ 12 അതായത് 20 ദിവസത്തിനകം ധാരണാപത്രം മരവിപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിന് ഔദ്യോഗികമായി കത്തയച്ചു. സർ, ആ കത്ത് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടാണ്. ആ നിലപാട് സർ ഇവിടെ മരവിച്ചല്ലോ, ഒരു കാര്യത്തിലും പിന്നീട് മുന്നോട്ട് പോയില്ലാലോ. സർ, ഈ കേരളത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ അന്നത്തെ നിലപാടിനെ തുടർന്ന് ഇതാകെ മരവിക്കുകയും ഈ പദ്ധതി സംസ്ഥാനത്ത് ആരംഭിക്കാൻ കഴിയാതെ വരികയും ചെയ്തല്ലോ. അതൊരു വസ്തുതയല്ലേ? കേരളത്തിൽ ഇപ്പോൾ PMC പദ്ധതി
നടപ്പായിട്ടില്ലല്ലോ. മറ്റൊന്ന് സർ, ഇവിടെ വല്ലാതെ വാദിക്കുന്നൊരു കാര്യം, ഒപ്പിട്ട ധാരണാപത്രം പിന്നെ അതിൽ നിന്ന് പിന്മാറാൻ അവകാശമില്ല എന്നാണ്. സർ, ധാരണാപത്രം ഒപ്പിട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം പദ്ധതി നടപ്പാകില്ല. പദ്ധതി നടപ്പാക്കണമെങ്കിൽ ധാരണാപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും മോണിറ്ററിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കണം. മാത്രമല്ല, പദ്ധതി നടപ്പിലാക്കുന്ന സ്കൂളുകളുടെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാരിനെ പോർട്ടലിലൂടെ അറിയിക്കണം. ഇത് 28/10/25 തന്നെ സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച ഓൺലൈൻ മോണിറ്ററിംഗ് കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുമില്ല. ഒരു കാര്യവും നടന്നിട്ടില്ല. അതേപോലെ തന്നെ ഓരോ ബ്ലോക്കിലും 2 സ്കൂൾ വീതമാണ് PMC സ്കൂളായി ഉയർത്തേണ്ടത്. അങ്ങനെ ഒരു ലിസ്റ്റും കേരളത്തിൽ ഇതേവരെ ഉണ്ടാക്കിയിട്ടില്ല. സ്കൂളുകളുടെ ലിസ്റ്റ് കൈമാറിയിട്ടുമില്ല. സർ, പദ്ധതി നടപ്പാക്കുന്നതിന് സംസ്ഥാനം 40% ഫണ്ട് വകയിരുത്തണം. ഇതും നടന്നിട്ടില്ല. സർ, ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ. നടന്നിട്ടില്ല. BSCയുടെ ഇന്നലെ ഉണ്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ അണ്ടർസ്റ്റാൻഡിങ് അടിസ്ഥാനത്തിലാണ് സർ വിഷയം വരുമ്പോ വിഷയത്തിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റണ്ടേ? 10 മിനിറ്റാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൂടി അങ്ങ് മനസ്സിൽ വെച്ചോണ്ടോ? വിഷയം അത്രയും പ്രധാനമാണല്ലോ. അപ്പോൾ വിഷയത്തിൽ ഒരു വ്യക്തത വരണ്ടേ? അതേ വേണ്ടൂ. ഇതില് സംസ്ഥാനം പാലിക്കേണ്ട മറ്റ് അനുബന്ധ നിബന്ധനകളുണ്ട്. ഇതൊന്നും നിർവഹിച്ചിട്ടില്ല. അപ്പോൾ ഇതൊന്നും നിർവഹിക്കാതെ പദ്ധതിക്ക് മുന്നോട്ട് പോകാനാവില്ല. ഒപ്പിട്ടതിന് ശേഷമാണ് ഇതൊക്കെ വരേണ്ടത്. ആ വരേണ്ട കാര്യങ്ങളാണ് ഇവിടെ നടക്കാതായിട്ടുള്ളത്. ദയവായിട്ട് സൈഡ് കമന്റ്സ് ഒഴിവാക്കൂ. വേഗം ഇത് തീരട്ടെ. സർ, ഈ പറയുന്ന സൈഡ് കമന്റ്സ് ഒഴിവാക്കൂ. സർ, ഇത് തീരട്ടെ. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് അറിയിക്കുന്ന നിലയാണ് നേരത്തെ LDF സർക്കാർ സ്വീകരിച്ചത്. സർ, അതുകൊണ്ടാണ് ഈ പദ്ധതി ഇവിടെ നടപ്പാകാതിരുന്നത് കൊണ്ടാണ്. ഇനി പദ്ധതി നിലവിൽ നടപ്പിലാക്കിയിട്ടില്ല എന്ന് കേന്ദ്രം തന്നെ സമ്മതിക്കുകയാണല്ലോ. സർ, അതാണല്ലോ ചീഫ് സെക്രട്ടറിക്ക് കേന്ദ്ര സെക്രട്ടറി അയച്ച കത്ത് വ്യക്തമാക്കുന്നത്. സർ, the implementation of the MOU had kept in abeyance by the government of Kerala എന്ന് കേന്ദ്ര സർക്കാർ തന്നെ സമ്മതിച്ചിരിക്കുകയാണല്ലോ. സർ, സുപ്രീം കോടതിയിലാണല്ലോ ഈ പറയുന്ന എഫിഡവിറ്റ് കൊടുത്തത്. സർ, 12/11